വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് സാധാരണ ബോട്ടമായിട്ടാണ് വന്നേക്കുന്നത്, അതായത് ഓർഡിനറി ബോട്ടം. അപ്പോൾ അതിൻ്റെ ലെങ്തും വിട്ടും ഒരു മീഡിയം അളവാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. 36 ഇഞ്ച്. പിന്നെ അതായത് മുകളിലത്തെ പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, മുകളിലത്തെ പീസ് എന്ന് പറയുമ്പോൾ സാധാരണ ബോട്ടം 2 പീസായിട്ടാണ് വരുന്നത്. അപ്പൊ മുകളിലത്തെ പീസിന്റെ ലെങ്ത് 6 ഇഞ്ചാണ്. സീറ്റ് എന്ന് പറയുന്നത്, ഹിപ്പ് എന്ന് പറയുന്നത് 42 ആണ്. അതിൽ നിന്ന് നമ്മൾ ക്രോച്ച് ഡെപ്ത് കണ്ടുപിടിക്കുന്നത് സീറ്റ് ഡിവൈഡഡ് ബൈ 3 ആണ്. അതായത് ക്രോച്ച് ഡെപ്ത് എന്ന് പറയുന്നത് ആസൻ താഴ്ച, അത് നമ്മൾ കാണുന്നത് സീറ്റ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 to 4 ആണ്. നമ്മൾ സീറ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 to 4 1 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ നമുക്ക് കൂട്ടിയെടുക്കാം. അങ്ങനെയാണ് സാധാരണ ബോട്ടം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടിയത് 14 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് എനിക്ക് കിട്ടുന്നത് ക്രോച്ച് ഡെപ്ത് എന്ന് പറയുന്നത് 15 ആണ് കേട്ടോ. 14ന്റെ കൂടെ 1 ആഡ് ചെയ്തു, 15 ഇഞ്ചാണ് എനിക്ക് ക്രോച്ച് ഡെപ്ത് കിട്ടുന്നത്. അവിടെ നിന്ന് ഞാൻ 6 ഇഞ്ച് മൈനസ് ചെയ്യുകയാണ്. ഈ 6 ഇഞ്ച് എന്ന് പറയുന്ന അപ്പർ ലെങ്തിന്റെ പീസാണ്. അപ്പർ ലെങ്ത്, അതായത് മുകളിൽ നമ്മൾ വെക്കുന്ന ഒരു പീസ് ഉണ്ട്, അതിന്റെ ഈ 6 ഇഞ്ച് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 9 ഇഞ്ചാണ്. ഓക്കെ, ബോട്ടം 7 ആണ്. അപ്പോൾ ലെങ്ത് 36 എടുത്തു. അതിൽ നിന്ന് നമ്മൾ മുകളിലത്തെ പീസ് 6 ഇഞ്ച് കുറച്ചു. അതാണ് 30 ആണ് കറക്റ്റ് ലെങ്ത് വരുന്നത്. അപ്പർ പീസ് ലെങ്ത് എന്ന് പറയുന്ന 6, അതാണ് നമ്മൾ കുറച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് അതുപോലെ തന്നെ സീറ്റ് കാണുന്നത് സീറ്റ് ഡിവൈഡ് ബൈ 3 ആണ്. അപ്പൊ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. 42/3 14 പ്ലസ് 1 ഇഞ്ച് കൂട്ടിയെടുത്തു, അതാണ് നമുക്ക് 15 വന്നത്. അതിൽ നിന്ന് മുകളിലത്തെ പീസ് എടുത്തു, ബോട്ടം 7. ഇത്രയാണ് ഞാൻ പറഞ്ഞ അളവുകൾ. ഓക്കെ, ഇനി എങ്ങനെയാ നമുക്ക് തുണി എടുക്കുന്നതെന്ന് നോക്കാം. അതായത് ഇപ്പോ ലെങ്ത് 36 ആണ്. 6 ഇഞ്ച് നമ്മൾ മുകളിലത്തേക്കുള്ള പീസ് കുറച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വരുന്നത് 30 ഇഞ്ചാണ്. ഈ 30 ഇഞ്ച് എന്ന് പറയുമ്പോൾ 30 ഇഞ്ചിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പൊക്കെ കൂട്ടണം. അപ്പൊ നമുക്ക് ഈ പീസിൽ ഞാൻ അളവ് പറഞ്ഞു തരികയാണ്. ഇത് നമ്മൾ 2 പീസ് തുണിയാണ്, അതായത് 1.25 മീറ്ററോ 2 മീറ്ററാണ് നമുക്ക് ബോട്ടത്തിന് വരുന്നത് കേട്ടോ. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോ തുണി വളരെ കുറവാണ് ബോട്ടം പീസ് വരുന്നത്. ചിലത് കൂടുതൽ വരും. നമ്മൾ മറ്റേ ബോട്ടം ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടി വരും. അപ്പൊ ഇത് ഞാൻ ഈ പീസ് 2 പീസാണ്, കണ്ടല്ലോ, 2 പീസ്. ഇതിനെ ഞാൻ ഒന്നുകൂടെ മടക്കുകയാണ്, കണ്ടോ. അപ്പൊ ഈ വണ്ണം ഉള്ളവർക്കൊക്കെ ഈ വിട്ട് പറ്റിയെന്ന് വരത്തില്ല. ഇത് 18 ഇഞ്ച് വിട്ടേ ഉള്ളൂ. വണ്ണമില്ലാത്തവർക്ക്, അതായത് നമുക്ക് ഈ ലെങ്ത് ഒറ്റ വിട്ട്, അതായത് തുണിയുടെ ഒറ്റ വിട്ടിലാണ് ഞാനിപ്പോ എടുക്കുന്നത്. അപ്പോൾ അല്ലാതെ എടുക്കുമ്പോൾ, അതായത് വണ്ണം ഉള്ളവർക്കാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 20 ഇഞ്ചെങ്കിലും വരണം. ഇതിനെ ഇപ്പൊ ഞാൻ 4ആയിട്ട് മടക്കിയിട്ടേക്കാം. ഓക്കെ, 4ആയിട്ട് മടക്കിയിട്ടേക്കുന്ന പീസാണ്, കണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അപ്പൊ നമ്മള് കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്ന 36 ആണ്. ആ 36ൽ നിന്ന് 6 ഇഞ്ച് മുകളിലത്തെ പീസ് മാറ്റിയപ്പോൾ നമുക്ക് വന്നേക്കുന്നത് 30 ആണ്. അപ്പൊ താഴെ മടക്കാനും നമുക്ക് വേണമെങ്കിൽ സ്റ്റിഫ് വെച്ച് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മടക്കാൻ വേണ്ടി സ്റ്റിഫ് വെച്ചിട്ടായാലും മടക്കാനായാലും ഞാനൊരു 1.5 ഇഞ്ച് പീസ് അല്ല 2 ഇഞ്ച് ഞാനിവിടെ വിടുകയാണ് കേട്ടോ. അപ്പൊ ബോട്ടം റൗണ്ട് എന്ന് ഞാൻ പറയുന്നത് 7 ഇഞ്ചാണ്. ഞാൻ ബോട്ടം റൗണ്ട് തയ്യൽ തുമ്പുമായിട്ടാണ് കൊടുത്തേക്കണത്. അത് ബോട്ടം 7 ഇഞ്ച് ഇട്ടു. ഇനി അതിന് ശേഷം നമുക്ക് 30 ഇഞ്ചാണ് വരേണ്ട അളവ്. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു 31 എടുക്കുന്നുണ്ട്. കാരണം മുകളിൽ 1/2 ഇഞ്ച് പോകും. ഇവിടെയും നമ്മൾ മടക്കുമ്പോൾ 30.5 മതി, 30.5 എടുത്താലും മതി. ഓക്കെ, 30.5 എടുത്തു. 30.5 എടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റിൽ വരച്ചു കൊടുക്കുക. സ്ട്രെയിറ്റിൽ വരച്ചു. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമല്ലോ. അതായത് നമ്മൾ ലെങ്ത് എടുത്തു, ഇവിടെ മടക്കാൻ വേണ്ടി പീസ് എടുത്തു, സ്റ്റിഫിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് മതി. അതുപോലെ തന്നെ വിഡ്ത്ത് നമ്മൾ എടുത്തു. ഇനി നമുക്ക് വരുന്ന ബോട്ടം, അതായത് ആസൻ താഴ്ചയാണ്. ക്രോച്ച് ഡെപ്ത് നമ്മൾ 6 ഇഞ്ച് മുകളിലത്തെ പീസിൽ കുറച്ചു. പിന്നെ വരുന്നത് 15ൽ നിന്ന് 6 പോയി ബാക്കി വരുന്നത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. 9 ഇഞ്ച് കേട്ടോ, 9 ഇഞ്ച്. അപ്പൊ ആ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം.
കണ്ട, ഇത്രയാണ് നമ്മുടെ അളവുകൾ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തത് 30 ഇഞ്ചാണ്, 6 ഇഞ്ച് മുകളിലേക്ക് എടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് ക്രോച്ച് ഡെപ്ത് എടുക്കുന്നത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ, ഈ ബുക്കിൽ തന്നെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തുണി എടുത്തു, ഇങ്ങനെ നമ്മൾ എടുത്തിട്ടു. താഴെ ബോട്ടം 7 എടുത്തു. ഇവിടെ നമ്മൾ എടുത്തത് 9 ആണ്. അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു, മടക്കിയെടുക്കാനുള്ള. ഇങ്ങനെയാണ്, കണ്ടോ? ഇതാണ് നമ്മൾ വരച്ചേക്കണം. അതിലൂടെ ഫോൾഡാണ്. ഇതാണ് പിക്ചർ വരുന്നത്. ഓക്കെ, കണ്ടോ? ഇനി മുകളിലത്തെ പീസാണ് നമ്മൾ. അപ്പൊ ഇനി ഇവിടെ മുകളിലും പീസ് വരും. മുകളിൽ പീസ് വരുന്നത് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. 40 ഇഞ്ചിന്റെ കൂടെ നമ്മൾ കൂട്ടേണ്ടത് 8 ഇഞ്ച് ലൂസ് കൂട്ടാം, 10 ഇഞ്ച് ലൂസ് കൂട്ടാം. കേട്ടോ? 8 ഇഞ്ച് കൂട്ടാം, 10 ഇഞ്ച് കൂട്ടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്ക് ലൂസ് വേണ്ടുന്നതനുസരിച്ച് നമുക്ക് പീസ് കൂട്ടി കൊടുക്കാം. അത് സാധാരണ ബോട്ടത്തിൽ ഇപ്പൊ നമുക്ക് വരുന്നത് ഇങ്ങനത്തെ പീസുകൾ വന്നാൽ തിരിച്ചും മറിച്ചുവിട്ട് അടിച്ചെടുക്കുക. അതല്ല, നമുക്ക് അല്ലാതെ പീസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ വെട്ടിയെടുത്താൽ മതി. കാരണം വേസ്റ്റ് വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള അളവ്, അതായത് 8 ഇഞ്ചും കൂട്ടാം, 10 ഇഞ്ചും കൂട്ടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഞാനിത് കട്ട് ചെയ്യാണ്. കേട്ടോ? അപ്പൊ നിങ്ങൾ വേസ്റ്റ് അളവ് എടുക്കുമ്പോൾ ഈ ലൂസ് ബോട്ട്, അതായത് ഒത്തിരി ലൂസ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് 10 ഇഞ്ച് കൂട്ടാം. അതല്ലാതുള്ളവർക്ക് 8 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. കേട്ടോ? നമുക്ക് വേസ്റ്റ് വന്നേക്കുന്നത് ഇത്. ഈ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പീസ് ഇല്ല എങ്കിൽ ഇത് തിരിച്ചും മറിച്ചുവിട്ട് അടിച്ചെടുക്കാം. അതായത് തിരിച്ചും മറിച്ചു എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ പീസാണ്. കണ്ടോ? ഇത് ഒന്നാമത്തെ പീസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെക്കുക. വെച്ചു, അത് കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് രണ്ടാമത്തെ പീസ് എടുക്കരുത്, മൂന്നാമത്തത് എടുക്കുക. എടുത്തിട്ട് അതിനെ ഇങ്ങനെ വെക്കുക. കണ്ടോ? ഇങ്ങനെ തയ്ക്കാം നമുക്ക്. എന്നിട്ട് രണ്ടാമത്തെ പീസും നാലാമത്തെ പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തയ്ച്ചെടുത്താൽ കണ്ടോ? ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പീസായി. ബാക്കി 2 പീസും ഇതുപോലെ തയ്ച്ചെടുക്കാം. അതല്ല, നമുക്ക് തുണി കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേസ്റ്റ് വന്നേക്കുന്നത് 40 ആണ്. അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂടെ കൂട്ടി വരുമ്പോൾ, ഞാൻ 10 ഇഞ്ചാണ് എടുക്കുന്നത്. 10 ഇഞ്ച് കൂട്ടുമ്പോൾ 50 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് വരേണ്ടത്, ഇതിപ്പോ 4ആയിട്ട് മടക്കിയിട്ടേക്കുന്ന പീസാണല്ലോ. കണ്ടോ? 4ആയിട്ട് മടക്കിയിട്ടേക്കുന്ന പീസാണ്. അപ്പൊ നമുക്ക് 12.5 എടുത്താൽ മതി. കണ്ടോ? 12.5. ലെങ്ത് വരുന്നത് 6 ഇഞ്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കറക്റ്റ് ലെങ്ത് വരേണ്ടത് 6 ആണ്. അപ്പൊ ഇവിടെ തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ 1/2 ഇഞ്ച് വിട്ടു. ഓക്കെ, ഇനി 6 ഇഞ്ച് എടുത്തതിന് ശേഷം 6 ഇഞ്ച് നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് കൂടെ എടുക്കുക. ഓക്കെ, പിടിയിട്ട് കാണുമല്ലോ. 4ആയിട്ട് മടക്കിയിട്ട് കൊണ്ട് ഞാൻ 12.5 എടുത്തേക്കണത്. കേട്ടോ? അപ്പൊ 2 പീസ്, ഇത് ഫോൾഡ് ആയതുകൊണ്ട് നമുക്ക് 2 പീസാണ്. ഇനി ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വെട്ടണത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കണ്ടോ? 2 പീസായി. ഓക്കെ, അപ്പൊ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇതാണ് പീസ് വരുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് പീസ് വരുന്നത്. ഓക്കെ, കണ്ടല്ലോ? ഇത് മടക്കാനും ബോട്ടം, ഇത് മടക്കി അടിക്കാനും ഇതിന്റെ ഇറക്കവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വേണമെങ്കിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുക, നമുക്ക് സ്റ്റിച്ചിങ് ആയിട്ട് കാണാം. ഇതിന്റെ അളവുകളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.